ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് കൊറിയർ അപ്ഡേറ്റുമായിട്ടാണ് വന്നേക്കുന്നത്. കുറച്ച് പേർക്കുള്ള കൊറിയർ ഇന്നത്തെ ദിവസം അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനാണ്. ഇന്ന് ഹാരജമന്തിയുടെ കുറച്ച് പ്ലാന്റ്സും പിന്നെ റോസുമാണ് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പുതുതായിട്ട് ലോഡിൽ വന്നിട്ടുണ്ടായിരുന്ന റോസ്. അപ്പോൾ ഇന്നലെയും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ ഇതിൻ്റെ കുറേ പ്ലാന്റ്സ് അയച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി പ്ലാന്റ്സിന് കുറച്ച് ഓർഡേഴ്സ് പെൻഡിങ് ആണ്. അതിനിപ്പോൾ നാളെ ആയിരിക്കും ബാക്കിയുള്ളവർക്ക് അയക്കുക കേട്ടോ. ഇതൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്ലാൻസ് ഒക്കെ വേണമെന്നുള്ളവർ നിങ്ങളെനിക്ക് വാട്സപ്പ് ചെയ്യുക. ഇതിൽ കൊടുത്തേക്കുന്നതിൻ്റെ വാട്സപ്പ് നമ്പറാണ്. അപ്പോൾ ഇതിലൊന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള പ്ലാൻസ് ഉടനെ തന്നെ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ. വാട്സപ്പ് വഴിയിട്ടാണ് ഓർഡർ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ എന്നെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിൽ ഒരു ഹായ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ മെസ്സേജിന് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ജമന്തിയുടെ കോംബോ വേണമെന്നുള്ളവർ മെസ്സേജ് ഇടുക. അതുപോലെ തന്നെ റോസിൻ്റെ കോംബോസ് ഇപ്പോഴും കുറച്ച് റോസസിൻ്റെ കോംബോ അവൈലബിൾ ആണ്. അപ്പോൾ റോസ് പ്ലാന്റ്സ് വേണമെന്നുള്ളവരും കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ കോംബോ മാത്രമല്ല, അല്ലാണ്ടും പ്ലാന്റ്സ് കൊടുക്കുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ്. ഇതൊക്കെ നാടൻ ബഡ്ഡിങ് ആണ്. നമ്മുടെ കാലാവസ്ഥയിൽ നല്ലപോലെ ബ്ലൂം ചെയ്യുന്ന ടൈപ്പ് റോസസ് ആണ് കേട്ടോ. DTDCയുടെ കൊറിയറും സ്പീഡ് പോസ്റ്റിൻ്റെ സർവീസും ഇപ്പം അവൈലബിൾ ആണ്. നിങ്ങൾക്കിപ്പോൾ ഏതാണ് സൗകര്യം എന്നുള്ളത് അതനുസരിച്ചിട്ട് അയച്ചു തരും. പേഴ്സണലി ഞാൻ പറയുന്നത് DTDC ആണ് കേരളത്തിനകത്ത് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് പ്ലാൻസ് കൊടുക്കുന്നത്. സ്പീഡ് പോസ്റ്റ് എന്നുള്ളൊരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരും. സ്പീഡ് പോസ്റ്റ്മാൻ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവന്ന് എത്തിച്ചേരും. പക്ഷേ DTDC ആകുമ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടെത്തിച്ച് തരില്ല. ചിലപ്പോൾ നിങ്ങൾ പോയി കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. നിങ്ങളവിടെ DTDCയിൽ അവർക്ക് 3 കിലോമീറ്റർ വരെ എങ്ങാണ്ടോ സർവീസുള്ളൂ. അത് കഴിയുന്ന ബാക്കി എല്ലാവരും വീട്ടിൽ അവരുടെ ഓഫീസിൽ പോയിട്ട് പ്ലാന്റ്സ് കളക്ട് ചെയ്യേണ്ടി വരും. പിന്നെ ഇതൊക്കെ ഒരാൾക്ക് അയക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ് കേട്ടോ. നേരത്തെ പാക്ക് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത്രയും പ്ലാന്റ്സ് ഉള്ളത് കൊണ്ട് ഞാൻ മാറ്റി വെച്ചു. നേരത്തെ കുറച്ച് 5 പ്ലാന്റ്സ് 6 പ്ലാന്റ്സ് വരെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ പാക്ക് ചെയ്യുന്നതിൻ്റെ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പോലെ. ഇത്രയും ഏകദേശം 11-12 പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ പിന്നെ പാക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾക്ക് പ്ലാന്റ്സ് അയച്ചു തരുന്നത്. കുറച്ച് മണ്ണ് വെച്ചിട്ട് ബാക്കി ചകിരിച്ചോറിൽ ഡിപ്പ് ചെയ്തിട്ടായിരിക്കും അയച്ചു തരാം. അപ്പോൾ ഇങ്ങനെ അയക്കുമ്പോഴത്തേക്കും നിങ്ങളിനി ഇനി മാറ്റണ്ട കേട്ടോ. ഈ മണ്ണിന് കളയാനൊന്നും നിൽക്കണ്ട. ഇതുപോലെ തന്നെ നിങ്ങൾ പോട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ തന്നെ പോട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് കിട്ടുമ്പോഴത്തേക്ക് ബഡും കട്ട് ചെയ്ത് കളയാന്നൊക്കെ കോമൺ ആയിട്ട് ഞാൻ പറയാറുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സിൽ നിൽക്കുന്നതുകൊണ്ട് വേറെ ഇഷ്യൂ ഒന്നുമില്ല. പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് കുറച്ച് സ്ലോ ആവും എന്നല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. കുറച്ചുകൂടെ ഫാസ്റ്റ് ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് അത് കട്ട് ചെയ്ത് കളയാൻ പറയുന്നത്. ചിലരാണെന്നത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേറെ ഫംഗിസൈഡ്സോ കാര്യങ്ങളോ ഒന്നും വെച്ച് കൊടുക്കില്ല. അപ്പോൾ അത് ചിലപ്പോൾ അവിടെ നിന്ന് ഉണങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫംഗിസൈഡൊന്നും ഇല്ലയെന്നവരാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യണ്ട കേട്ടോ. ഇത് ഒരു ബൊക്കെ പോലെ ഉണ്ട്. ഇതെല്ലാം കൂടെ പാക്ക് ചെയ്ത് വെച്ചപ്പോഴത്തേക്കും പല കളേഴ്സായിട്ട് അടിപൊളിയായിട്ട് തന്നെ പ്ലാന്റ്സ് നിൽക്കുന്നുണ്ട്. ഇതുപോലെ നല്ല ഭംഗിയുണ്ട്. കാരണം മാക്സിമം ഒരു 15 വെറൈറ്റീസ് എങ്ങാണ്ടും അയച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഫ്ലവറിങ് ആയി നിൽക്കുന്നതാണ്. നല്ല രസമുണ്ട്. കുറച്ചൊന്നും ഫ്ലവേഴ്സ് ഇല്ല, എന്നാലും ഒരു 3-4 എങ്ങാണ്ടും ഫ്ലവർ ഇല്ലാന്ന് തോന്നുന്നു. ബാക്കിയൊക്കെ ഫ്ലവറിങ് ഉള്ളത് അയച്ചേക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് എല്ലാം. അപ്പോൾ ഇതിനെ മാത്രമായിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് കാണിക്കുന്നത് കണ്ടപ്പോൾ ഒരു ബൊക്കെ കണക്കിന് ഇഷ്ടംപോലെ ഫ്ലവേഴ്സ് ഇങ്ങനെ വിരിഞ്ഞ് പല കളറിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അതെന്തായാലും വീഡിയോ എടുക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി വീഡിയോ എടുത്താണ് കേട്ടോ. ഇത് തമ്പി CK എന്ന് പറയുന്നൊരു പുള്ളിക്ക് വേണ്ടിയിട്ട് അയക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അയച്ചവരുടെ ലിസ്റ്റ് വായിക്കാം. രഞ്ജിനി C, നഫീല റഹ്മാൻ, തസ്ലീന P, ആതിര J, അശ്വിൻ P, ശോഭനകുമാരി, PK തമ്പി, ഷാജി CK, അനുപമ, ഗിരിജ. ഇത്രയും പേർക്കുള്ള ഓർഡേഴ്സാണ് ഇന്ന് അയച്ചേക്കുന്നത് കേട്ടോ ഇവിടെ നിന്ന്. അപ്പോൾ നിങ്ങൾ നാളെ തന്നെ ഇതിൽ പേര് വന്നവരെല്ലാം നാളെ തന്നെ നിങ്ങളുടെ നിയറസ്റ്റ് DTDCയിൽ കോൺടാക്റ്റ് ചെയ്യുക. പ്ലാൻസ് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് തിരക്കുക. പ്ലാൻസ് ഉടനെ തന്നെ കൈപ്പറ്റുക. ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ വിളിച്ച് തന്നൊന്നും വരില്ല. അപ്പോൾ നിങ്ങളുടെ പ്ലാൻസ് നിങ്ങൾ ഓർഡർ ചെയ്ത പ്ലാൻസാണ്. നിങ്ങളത് DTDCയിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾ തന്നെ അത് കൈപ്പറ്റുന്നത് വരെ നിങ്ങളൊരു കോൺടാക്റ്റ് ചെയ്ത് ചോദിക്കുക. പ്ലാൻസ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചോദിക്കുക.
പിന്നെ ഇതിൽ പേര് വായിച്ചവർക്ക് നാളെ പ്ലാന്റ് കിട്ടിയിട്ടില്ല, മറ്റന്നാളും പ്ലാന്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയുക. നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ മാത്രമേ എനിക്കത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളത് വെയിറ്റ് ചെയ്തിരുന്നിട്ട് പിന്നെ അവിടെ പോയി ചോദിച്ചിട്ട് ഒന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ എന്നെ വിളിക്കുക. എന്താണ് പ്ലാന്റ്സ് കിട്ടാത്തതിൻ്റെ പേരുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഇവിടുത്തെ DTDCയിൽ കോൺടാക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ പ്ലാൻസ് കിട്ടിയവർക്കെല്ലാം ഇന്ന് പ്ലാൻസ് ഒരുപാട് പേർക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. അതെല്ലാം ഇന്ന് റിസീവ് ആയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. കുറച്ച് പേരൊക്കെ വാട്സപ്പിൽ വന്നിട്ട് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു പ്ലാൻസ് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നലെ പ്ലാൻസ് അയച്ചവർക്കും കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ അടുത്തൊന്ന് പറയുകയോ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിയറസ്റ്റ് DTDCയിൽ പോയി ചോദിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. നിങ്ങൾ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പ്ലാൻസ് എല്ലാം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ പറഞ്ഞ മെത്തേഡ് തന്നെ പോട്ട് ചെയ്യുക, മാറ്റാനൊന്നും നിൽക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്